നമസ്കാരം. ഇന്ന് പൊതുജനങ്ങളാകിയ നിങ്ങൾക്ക് മുൻപായി അവതരിപ്പിക്കാൻ കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ജയിച്ച ജനപ്രതിനിധികൾ കിട്ടാതെ ഫണ്ടിനു വേണ്ടിയും പരിശ്രമിക്കാതെ വികസനത്തിന് വേണ്ടിയും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ മധ്യത്തിൽ കള്ളപ്രചരണം പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് ഇന്ന് കേരളം ഒട്ടാകെ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ പറളിയും ഉണ്ട്. നമ്മുടെ പറളി പഞ്ചായത്തിൽ ഉള്ള മാതിരി തന്നെ കേരളം ഒട്ടാകെ ഉണ്ട് എന്നുള്ള കാര്യം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇവരുടെ കള്ളപ്രചരണം എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് ഇപ്പം നമ്മുടെ പറളി പഞ്ചായത്തെ സംബന്ധിച്ചോളം ഈ കഴിഞ്ഞ 25-26 സാമ്പത്തിക വർഷത്തിൽ അന്ന് അവർ വികസനത്തിന്, അതായത് റോഡാകട്ടെ കുടിവെള്ള പദ്ധതിയാകട്ടെ എന്താകട്ടെ, ഇതൊക്കെ ഇതിൽ മുന്നിലിരുന്ന മെമ്പർമാർ ഗ്രാമസഭയിലൂടെ തീരുമാനിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഫണ്ട് വന്നിട്ടുള്ളത്. എന്നാൽ പ്രത്യേകിച്ച് 21-ാം വാർഡിൽ, നിലവിലെ 21-ാം വാർഡിൽ ഒരു അംഗൻവാടി കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും പല റൂമർ എന്ന് വെച്ചാൽ പല അഭ്യൂഹങ്ങളും മെമ്പർമാർ അയച്ചു വിടുന്നുണ്ട്. അത് പറളി പഞ്ചായത്തിൻ്റെ മെമ്പർമാരാകട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർമാരാകട്ടെ. ഇപ്പം എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് ചിലവർ വിളിച്ചു പറഞ്ഞു, ബ്ലോക്ക് മെമ്പർ ഇങ്ങനെ ഒരു മെമ്പറുണ്ട്, എനിക്ക് അദ്ദേഹത്തിന് നേരിട്ട് അറിയില്ല, അദ്ദേഹത്തിന് എനിക്കും അറിയില്ല, വേണമെങ്കിൽ എൻ്റെ വീഡിയോ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും, എൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ബ്ലോക്ക് മെമ്പറുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ഒരു കള്ളപ്രചരണം നടത്തുന്നുണ്ടല്ലോ, എന്താ സംഭവം, എന്താണ് അതിൻ്റെ സ്ഥിതിഗതി, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന്. കാരണം അവർ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു വരുന്ന വ്യക്തികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ബോധിപ്പിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം എന്നോടൊപ്പം നിന്ന് എനിക്ക് സഹായമായിട്ട് എന്നെ സഹായിച്ച ഒരു വികസനത്തിന് വേണ്ടി ജാതി മതം രാഷ്ട്രീയം നോക്കാതെ എന്നെ സഹായിച്ചവർക്ക് തിരിച്ച് ഉത്തരവാദിത്തത്തോടു കൂടെ മറുപടി പറയേണ്ടത് എൻ്റെ കടമയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി, അവരെന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പൊതുജനങ്ങളിലെയും ഇങ്ങനെ ഒരു കള്ളപ്രചരണം നടത്തുന്നതായിട്ട് കേട്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ സത്യാവസ്ഥ വീണ്ടും ഞാൻ പറയുന്നത്, ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് 21-ാമത് വാർഡ് അംഗൻവാടി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റൊരു കാര്യത്തിൽ മാത്രം ഇതിൽ മുന്നിൽ നിന്ന് വാർഡ് മെമ്പർക്ക് അവകാശമുള്ളത്. നിവർത്തികേട് കൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ സമീപിക്കാനും ഇന്ന രീതിയിൽ ചെയ്യാനും ഇതിനു മുന്നേ ഉണ്ടായിരുന്ന മെമ്പറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെയ്തു. അതിൻ്റെ പേരിൽ ഒരു 5.25 ലക്ഷം രൂപ ഫണ്ട് പഞ്ചായത്തിൽ, അങ്ങനെയാണ് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയത്. ബാക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യം വരട്ടെ, അന്നത്തെ പ്രസിഡന്റ് സഖാവ് സേതുവേട്ടൻ അവസാനം വരെ കൂടെ നിന്ന് വിശ്വസിപ്പിച്ചു. അവസാന നിമിഷം വെച്ച 7 ലക്ഷം രൂപ ആ ഫണ്ട് വെച്ചതുപോലെ തന്നെ തിരിച്ചെടുത്ത് വേറെ കാര്യത്തിന് ഉപയോഗിച്ചു. ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന സംഭവം. പിന്നെ ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ട്
നിങ്ങളെല്ലാവർക്കും അറിഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹം 2021-22 കാലഘട്ടത്തിൽ പ്രോഗ്രാം ഓഫീസർക്ക് കത്ത് കൊടുത്തതാണ് ഞാൻ ഫണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം എപ്പോഴാണ് ഭരണാനുമതി, അതായത് സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് വെറുതെ അല്ല, തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ പൊതുജനങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കുന്നത്. ഇവരന്മാർ ഈ ചില സഹാക്കന്മാർ വായിക്ക് വരുന്നത് തോന്നിയ ദിവസം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ചക്കന് ചോദിച്ചാൽ ചുക്കുന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും തെറി വിളിക്കാനും ഭീഷണിപ്പെടുത്താനും അങ്ങനത്തെ സ്വഭാവം എനിക്കില്ല. നമ്മൾ പറയുന്നത് നേരെ കാര്യങ്ങൾ പറയും, മുഖം നോക്കി പറയും. അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട MLA 2021-22 കാലഘട്ടത്തിൽ കത്ത് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് 25 വരെ ഇത് നീണ്ടുപോയത്? ഇതിനുള്ളിൽ രാഷ്ട്രീയമുണ്ട്. ഇത് തടസ്സം ചെയ്തവരാരാണ്? പുറരാജ്യത്തിലിരുന്ന് വന്ന സഹാക്കന്മാരല്ല, വേറെ പഞ്ചായത്തിൽ നിന്ന് വന്ന സഹാക്കന്മാരല്ല, വേറെ വാർഡിൽ നിന്ന് വന്ന സഹാക്കന്മാരല്ല. അവിടെ ഉള്ള സഹാക്കന്മാരിൽ ചിലവർ തന്നെ ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ടിന് പരമാവധി തടയിടാൻ ശ്രമിച്ചത്. അപ്പം ഇതിനു മുന്നേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു നമുക്കിവിടെ. അയാളിനെ കൊണ്ടും പരമാവധി ഇവർ ശ്രമിച്ചു പഞ്ചായത്തിലെ ഫണ്ട് വയ്ക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ആ വാർഡ് മെമ്പറിനെ കൊണ്ട്, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വാർഡ് മെമ്പറിനെ കൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർക്ക് കത്ത് കൊടുക്കാൻ പറഞ്ഞതും അതിന് ആ വാർഡ് മെമ്പർ പരിശ്രമിച്ച് 5.25 ലക്ഷം രൂപ. അങ്ങനെയാണ് പറളി പഞ്ചായത്തിൽ ഇവർ നിവർത്തികേട് കൊണ്ടാണ്, അല്ലാണ്ട് സ്നേഹം കൊണ്ടല്ല, വികസനം ഉണ്ടാകണമെന്നല്ല. ഇവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഏത് വാർഡിലെയാണ് ഞങ്ങളുടെ അടിമികൾ കൂടുതലുണ്ട്, ഏത് വാർഡിലെയാണ് ഞങ്ങൾക്ക് വെച്ച് കൊടുക്കുന്ന അടിമികൾ കൂടുതലുണ്ട്, അവിടെ എവിടെയാണ് ഞങ്ങൾക്ക് കൈയിട്ട് വാരാൻ പറ്റും, എവിടെയാണ് ഞങ്ങൾക്ക് ആദ്യം കമ്മീഷൻ കിട്ടും, വരുന്ന വികസനത്തിലിருந்து എത്ര ശതമാനം ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടും, അവിടെയേ ഞങ്ങൾ ഫണ്ട് വയ്ക്കത്തുള്ളൂ, ഫണ്ട് വെപ്പിക്കത്തുള്ളൂ എന്നൊരു ചിന്താഗതി ഉള്ളതാണ് നമ്മുടെ പറളി പഞ്ചായത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുജനങ്ങളത് തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നതെന്ന് ഞാൻ കേട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനും ഇതിനും, ഈ പറഞ്ഞ് നടക്കുന്ന ഏത് വ്യക്തിനെയാണ് പറഞ്ഞ് നടക്കുന്നത്, അദ്ദേഹത്തിനും ഇതിനും യാതൊരു ബന്ധവുമില്ല. അയാൾക്ക് ABCD അറിയില്ല ഇതിനെക്കുറിച്ച്. പിന്നെ ഒരു മെമ്പറായി കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഒരു വികസനവുമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊക്കെ അവിടെ ഇരിക്കും, കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കും. അത് സ്വാഭാവികമാണ്. അത് ഏത് മെമ്പർമാർ ജയിച്ചു പോയാലും പഞ്ചായത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ആ ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. അത് സ്വാഭാവികമാണ്. അതിനെയും കേട്ടിട്ട് ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടി വരേണ്ട. ഇത് എല്ലാ പഞ്ചായത്തുകളെയും എല്ലാ മെമ്പർമാർക്കും ഉണ്ടാകുന്ന സ്വാഭാവിക ഒരു അസുഖമാണ്. അത് പൊതുജനങ്ങൾ വിലയിരുത്തിയാൽ മതി. അങ്ങനെ ഒന്നുമല്ല. ഇങ്ങനെ ഒരാൾ ഓടി നടന്ന് ഓടിച്ചാടി തുള്ളിച്ചാടിയിട്ട് നേരിട്ട് പോയിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സാറുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് വന്ന് കൊടുത്തങ്കര മട്ടിലാണ് അവിടെ ദുർപ്രചരണം നടക്കണമെന്ന് ഞാൻ കേട്ട്. അങ്ങനെ ഒന്നുമില്ല. അത് നുണയാണ്, ശുദ്ധ നുണയാണ്. അങ്ങനെ ഇവർക്ക് തയ്യാറാണെങ്കിൽ, ഇവർ അങ്ങനെ പറയണത് ഞങ്ങൾ പറയണത് ശരിയാണെന്ന് തയ്യാറാണെങ്കിൽ ആ 21ാമത് വാർഡിൽ ഒരു സംവാദം തയ്യാറാക്കി ആ സംവാദത്തിൽ ഇവരോടൊപ്പം പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ്. അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി തരാം. എൻ്റെ ചോദ്യങ്ങൾക്ക് പൊതുജനങ്ങളുടെ മധ്യത്തിൽ അവർ മറുപടി തരാൻ തയ്യാറാണെന്ന് അവർ തന്നെ പറയട്ടെ. അപ്പോൾ ജനങ്ങൾ സത്യത്തെ തിരിച്ചറിയണം. നുണയുടെ പക്ഷത്ത് പോകരുത്, നുണയുടെ പുറകിൽ പോകരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.